ഇപ്പോൾ ഫർസീൻ മജീദ് ഈ കേസിൽ പ്രതിയേർക്കപ്പെട്ട ഫർസീൻ മജീദ് യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫർസീൻ, നിങ്ങൾക്ക് വലിയ ആശ്വാസം ഉണ്ടാകുന്ന ഒരു വാർത്തയാണ് വരുന്നത്. കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ പരാതി അനുസരിച്ച് ഇ.പി. ജയരാജനെതിരെ അന്വേഷണത്തിനാണ് കോടതിയുടെ നിർദ്ദേശം വരുന്നത്. ഞാൻ ആ കോടതി വിധിയുടെ പകർപ്പ് ലഭ്യമായിട്ടില്ല. വക്കീലുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുഴുവനായി ആ വിധിയുടെ പകർപ്പ് ലഭിച്ചാൽ മാത്രമേ എന്താണ് ആ വിധി പകർപ്പിനകത്തുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. പക്ഷെ പ്രാഥമികമായി മനസ്സിലാക്കിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കേസ് മുഴുവനായി പുനരന്വേഷണം നടത്തണം. അതായത് അന്ന് നടത്തിയ അന്വേഷണം തൃപ്തികരമല്ല, അന്ന് നടത്തി പോലീസ് ഇട്ടിരിക്കുന്ന FIR തൃപ്തികരമല്ല, അന്ന് നടത്തിയ ഞങ്ങൾ അക്രമത്തിനിരയായി ഞങ്ങളെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ല എന്ന് പറഞ്ഞതും ഞങ്ങൾ പറഞ്ഞതാണ് സത്യസന്ധം എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ വളരെ പ്രസക്തമായ ഒരു വിധി വന്നിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസിനകത്തെ ഒന്നാം പ്രതി ചേർത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാനൊക്കെ അനുഭവിച്ച മാനസിക സംഘർഷത്തിനും ഞങ്ങളെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തവർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. നീതിന്യായ വ്യവസ്ഥയുടെ ഈ ഒരു വിധിയെ വളരെ ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുകയാണ്. ഫർസീൻ, ഒരു കാര്യം, നിങ്ങൾ നൽകിയ പരാതി പ്രകാരം ആക്ഷേപത്തിന്റെ പ്രകാരമാണ് ഇപ്പോൾ ഈ കോടതിയുടെ നടപടി ഉണ്ടാകുന്നത്. നിങ്ങളെ മർദ്ദിച്ചു എന്ന പരാതിയിൽ അന്വേഷണം ഉണ്ടായില്ല. ഇ.പി. ജയരാജനെതിരായ കേസ് എഴുതിത്തള്ളാനാവില്ല എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അന്ന് ഞങ്ങളെ ആക്രമിച്ചവരാരാണെന്നുള്ളത് ലോകം മുഴുവൻ അറിഞ്ഞതാണ്, കണ്ടതാണ്. പക്ഷേ ഞങ്ങളൊരു പരാതി പോലും കൊടുത്തിട്ട് അത് സ്വീകരിക്കാൻ പോലും അന്നത്തെ പോലീസ് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പലവട്ടം പരാതി കൊടുത്തിട്ടും സ്വീകരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നേരിട്ട് കോടതിയെ സമീപിക്കുകയും കോടതി കേസെടുക്കാൻ വേണ്ടി പറയുകയും പോലീസിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ട് പോലും ആ കേസിനകത്ത് കഴമ്പില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് അത് എഴുതി തള്ളാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ആ എഴുതി തള്ളാൻ വേണ്ടി ശ്രമിച്ചതിനെതിരെയാണ് ഞങ്ങൾ പിന്നെയും കോടതിയെ സമീപിച്ചത്. ഇപ്പോഴാണ് അതിനകത്ത് വളരെ പ്രസക്തമായ വിധി കടന്നു വന്നിരിക്കുന്നത്. എഴുതി തള്ളാൻ വേണ്ടി സാധ്യമല്ല. ആ കേസ് മുഴുവനായി പുനരന്വേഷണം നടത്തി അതിനകത്ത് യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഫർസീൻ, ഒരു കാര്യം കൂടി, നിങ്ങളുടെ പരാതിയിൽ ഇ.പി. ജയരാജനെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും മർദ്ദിച്ചിരുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അതിനകത്ത് വളരെ ക്രൂരമായി അന്ന് ഞങ്ങളെ മർദ്ദിച്ചത് അനിൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനും മുഖ്യമന്ത്രിയുടെ PA ആയിട്ടുള്ള സനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇ.പി. ജയരാജൻ ഉൾപ്പെടെ ഇ.പി. ജയരാജൻ ആദ്യത്തെ അക്രമത്തിന് നേതൃത്വം കൊടുത്ത് കടന്നുപോയി. പക്ഷെ അതിനുശേഷം ഏറ്റവും മൃഗീയമായി ക്രൂരമായിട്ട് അവരുടെ മർദ്ദനത്തിനാണ് ഞങ്ങൾ ഇരയായിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും അവർക്കാണ് മർദ്ദനമേറ്റത് എന്ന് പറഞ്ഞിട്ടാണ് അവര് ഞങ്ങൾക്കെതിരെ പരാതി നൽകുകയും കേസുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്നെ 16 ദിവസം, ഞാനൊരു അധ്യാപകനായിരുന്നു, എന്നെ 16 ദിവസം ജയിലിനകത്ത് കിടത്തി എന്റെ അധ്യാപക ജോലി പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് അവര് നീങ്ങി. അവര് എന്നെ കൊണ്ട് ഈ 4 വർഷക്കാലം, കഴിഞ്ഞ 13-ാം തീയതി ആയിരുന്നു 4 വർഷം പൂർത്തിയാകുന്നത്, എന്നെയൊക്കെ എങ്ങനെയൊക്കെ ക്രൂരമായി വേട്ടയാടാം അതിന്റെയൊക്കെ പരമാവധി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഈ നാടിനകത്ത് നീതി ലഭ്യമാകുമെന്നുള്ള കാര്യത്തിനകത്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കാത്തുനിന്നാൽ ഈ സൂര്യൻ മറനീക്കി പുറത്തു വരും, കാർമേഘങ്ങൾ നീക്കി സൂര്യൻ പുറത്തു വരുന്നത് പോലെ നീതി ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള കാര്യത്തിനകത്ത് തർക്കമില്ല. പോലീസ് പുനരന്വേഷണം നടത്തട്ടെ, യഥാർത്ഥ പ്രതികൾ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തട്ടെ. ഗുരുതര വകുപ്പുകൾ നിങ്ങൾക്കെതിരെ ചുമത്തിയതാണ്, വ്യോമയാന വകുപ്പുകൾ. അത് പിന്നീട് കേന്ദ്രം പോലും അതിന് അനുമതി നൽകിയില്ല. അക്കാര്യത്തിൽ നേരത്തെ തന്നെ തിരിച്ചടി നേരിട്ടാണ് കേരള പോലീസിന്റെ നടപടിക്ക്. സത്യത്തിൽ 10 വർഷം പിണറായി വിജയൻ കേരളം ഭരിച്ചു, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി. കേരളത്തിലെ പോലീസിനെ ഇങ്ങനെ ഇത്ര തരംതാണ തരത്തിൽ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ എത്തിച്ചേർന്നതാണ് പോലീസിന് പോലും അപമാനം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ആ കേസ് എത്തിച്ചേരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എയർക്രാഫ്റ്റ് റൂൾ പോലെയുള്ള വകുപ്പുകൾ എന്റെ പേരിലൊക്കെ ചുമത്തിയിരുന്നു. എയർക്രാഫ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മതി എന്താണ് ആ ഒരു വകുപ്പിന്റെ ഒഫൻസ് എന്താണെന്നുള്ളത്. അത്ര ഭീകരമായ വകുപ്പുകൾ ചുമത്തിയിട്ട് ഇവര് വലിയ ഭീകരന്മാരാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആ വകുപ്പിന് കേന്ദ്ര ഗവൺമെന്റ് അനുമതി ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ ഗവൺമെന്റ് തന്നെ ആ ചാർജ് ഷീറ്റിനകത്തു നിന്നും ആ ഒരു എയർക്രാഫ്റ്റ് റൂൾ ഒഴിവാക്കിയിട്ടാണ് ചാർജ് ഷീറ്റ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും പുതിയ ഗവൺമെന്റ്, പലരും പറയുന്നുണ്ട് പുതിയ ഗവൺമെന്റ് വന്നിട്ട് എടുക്കുന്ന നടപടികളാണെന്ന്. പക്ഷെ പുതിയ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇതിനകത്തൊന്നും ഉണ്ടായിട്ടുമില്ല. പുതിയ ഗവൺമെന്റിന് ഈ വിഷയത്തിനകത്ത് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇനി പോലീസ് അതിനകത്ത് കൃത്യമായ അന്വേഷണം നടത്തട്ടെ, നടപടികൾ സ്വീകരിക്കട്ടെ. നന്ദി. ഫർസീൻ മജീദാണ് ഈ കേസിൽ പ്രതിയേർക്കപ്പെട്ട, വിമാനത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ വധശ്രമമുണ്ടായി എന്ന കേസിൽ പ്രതിയേർക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദാണ് പ്രതികരിച്ചത്. ഇപ്പോൾ ഫർസീന്റെ അടക്കം പരാതിയിലാണ് ഇ.പി. ജയരാജനെതിരെ അന്ന് ഇവരെ പ്രതിരോധിച്ചതെന്ന് CPM വിശദീകരിക്കുന്ന
EP ജയരാജനെതിരെ, മുതിർന്ന CPM നേതാവിനെതിരെ അന്വേഷണത്തിന് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന്, അന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ അമിത ആവേശവും അത് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെ അല്ലെങ്കിൽ യുവജന സംഘടനകളിലെ പ്രവർത്തകരെ വേട്ടയാടാനുള്ള ശ്രമത്തിനും തിരിച്ചടി എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും ഫർസീന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.